എൻ്റെ കിച്ചൺ ഈ കോലത്തിൽ നിന്ന് ഈ ഒരു കോലത്തിലോട്ട് മാറ്റിയെടുക്കുന്ന ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പുതിയതായിട്ട് താമസം മാറിയ ഫ്ലാറ്റിൻ്റെ കിച്ചണാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും എന്താണ്. ആക്ച്വലി ഇവിടെയൊക്കെ ഒറ്റയ്ക്ക് മീൻസ് സ്റ്റുഡിയോയിലൊക്കെ താമസിക്കുന്നവർക്കറിയാം ഒട്ടും സ്പേസ് ഉണ്ടാവില്ല നമുക്ക്. ഇതാണ് കിച്ചൺ ഏരിയ. നമുക്ക് എന്തായാലും ഇത്രയും സാധനങ്ങൾ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് മീൻസ് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കണം വെച്ചാൽ ഭയങ്കര ടാസ്ക്കാണ്. എന്നാലും എനിക്ക് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഈ ഒരു കോലത്തിൽ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം തറയൊക്കെ നന്നായിട്ട് അഴുക്കുണ്ട്. ഇതെല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കണം. കാര്യം ഞാൻ റൂം മാറിയിട്ട് ഇപ്പം 2 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് വാൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഭംഗിയാവുമല്ലോ. അപ്പോൾ ഇത് ഞാൻ ഡേ ടു ഡേ സെൻറ്റർ അജ്മാനിന് മേടിച്ചിട്ടുള്ള സ്റ്റിക്കറായിരുന്നു കേട്ടോ, വൈറ്റ് കളർ. അത് ഒട്ടിച്ചപ്പോൾ തന്നെ ഏകദേശം കിച്ചണിനൊക്കെ ഒരുവിധം ഭംഗിയായി. വൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ അത് സൈഡിൽ ഒട്ടിച്ചു. അത് വാഷബിളാണ് കേട്ടോ, നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. ചൂടൊക്കെ വെച്ചാൽ പെട്ടെന്ന് അങ്ങനെയൊന്നും ചീത്തയൊന്നും ആയി പോകത്തൊന്നുമില്ല. അപ്പോൾ താഴെ ഞാൻ ഒട്ടിച്ചേക്കുന്നത് നമ്മുടെ തെമൂന്ന് ഞാൻ മേടിച്ച സ്റ്റിക്കറാണ്. 5 ദിറംസോ 3 ദിറംസോ എന്തോ ഉണ്ടായിരുന്നുള്ളതിന്. അത് ഞാൻ ഒട്ടിച്ചു. പിന്നെ അതിനകത്തൊരു ടൈൽസ് മോഡൽ ഒരു കളർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനത് വാഷ് ബേസിൻ്റെ മേളിലായിട്ടാണ് ഒട്ടിച്ചത്. കാര്യം ആ വൈറ്റ് കളർ ഞാൻ ആകെ ഒരു ഷീറ്റേ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇച്ചിരി ഉള്ളായിരുന്നു കേട്ടോ, തികഞ്ഞില്ല. പിന്നെ ഈ ഒരു കളറ് ഞാൻ വാഷ് ബേസിൻ്റെ അടുത്ത് പിന്നെ ഈ ഒരു സൈഡിലോട്ട് ഒട്ടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഏകദേശം ഒട്ടിച്ചപ്പോൾ തന്നെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ലൈറ്റ് സെറ്റ് ചെയ്യണം. അത് ഞാൻ പിന്നെ ലാസ്റ്റ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഈ ഒരു മൂലയിലോട്ട് ഈ ഒരു സ്റ്റാൻഡ് വെക്കാം. ലൈറ്റ് ഞാൻ മേളിലൊന്ന് ഒട്ടിച്ച് നോക്കി, പക്ഷെ അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ഞാൻ മേ ബി ഇതിൻ്റെ ലാസ്റ്റിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് വെച്ചിട്ട് ശരിയായില്ല. കാരണം ഇവിടെ ചാർജബിൾ പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വെച്ചത്. എങ്കിൽ നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് നമുക്ക് എപ്പോഴും പിന്നെ ചാർജ് ഊരി കുത്തിയൊക്കെ ഇടണം, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ ഇതിനെ സെറ്റ് ചെയ്യണം ലൈറ്റ്. പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ലൈറ്റ് കാണാനായിട്ട്. ഞാനിത് 10 ദിറംസാണ് തെമൂന്ന് മേടിച്ചപ്പം 10 ദിറംസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ സെൻസർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണിലോട്ട് വരുമ്പോൾ മാത്രമേ കത്തുള്ളൂ. അപ്പോൾ ഏകദേശം ഇത്രയും ഒട്ടിച്ചപ്പോൾ തന്നെ കിച്ചൺ ഒരുവിധം സെറ്റായി വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് നമ്മുടെ കൈയൊക്കെ കഴുകിയിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. ഇത് 5 ദിറംസിന് തെമൂന്ന് തന്നെ മേടിച്ച സാധനങ്ങൾ. എൻ്റെ ഓൾമോസ്റ്റ് ഈ സാധനങ്ങളും തെമൂന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയെല്ലാം ഇതിനെല്ലാം ഒതുക്കി നമ്മുടെ ആ സാധനങ്ങളെല്ലാം മറ്റേ ഈ കിച്ചണിലുള്ള പാത്രങ്ങളും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം താഴത്തെ കബോർഡുകളിലെല്ലാം കയറ്റി എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം തന്നെ ഒരുവിധം വൃത്തിയായിട്ടുണ്ട്. നമുക്കിനി ബാക്കി ലൈറ്റ് താണ്ട ഇവിടെയാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. ഞാനത് അവിടെ നൂരും, എന്നാൽ തൽക്കാലം ഞാനൊന്ന് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ അതാ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ഇവിടെ വെച്ചതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാമല്ലോ എന്ന് വെച്ചാൽ. കാര്യം നമുക്ക് ഒട്ടും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സ്റ്റാൻഡുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും. ഇവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആയി പോകും നമ്മളെല്ലാ സാധനങ്ങളുടെ വാരി വെച്ച് കഴിയുമ്പോഴത്തേനെ. അതുകൊണ്ട് ഈ ബിസ്ക്കറ്റെല്ലാം ഞാൻ ഡപ്പയ്ക്കകത്ത് വെച്ചേ. കാരണം ചെയ്ത ബിസ്ക്കറ്റായിട്ട് തന്നെ വെക്കുമ്പോൾ അവിടെ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ അത് ബോക്സിലാക്കിയിട്ട് ടിന്നിലാക്കിയിട്ട് അത് ഈ ഒരു ഇതിലോട്ട് വെച്ചു. പിന്നെ അതാണ്ട് ഈ ഒരു ഫ്ലവർ മീൻസ് ഒരു ചെടി പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അതിപ്പോൾ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. അത്ര തന്നെ ആകുമ്പോഴത്തേനും ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമുക്കത് ഈ മേളിൽ തന്നെ സെറ്റ് ചെയ്യാം. പക്ഷേ 2 ഡപ്പ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതും തെമൂന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ അതാ ഇവിടെ ഈ ഒരു ചെറിയ സ്റ്റാൻഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു ഗ്ലാസും മീൻസ് കപ്പും പിന്നെ ഒരു ചെറിയൊരു ചെടിയും ഞാൻ വെച്ച് കേട്ടോ. ഒരു കുഞ്ഞിത് ചുമ്മാ ഒരു ഭംഗിക്കിരിക്കട്ടെ എന്ന് വിചാരിച്ച് സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ. പിന്നെ നമുക്കൊരു ചെറിയ ചെടി മീൻസ് ഇവിടെ അങ്ങൊരു മീൻസ് അതൊന്നും ഹൈലൈറ്റ് ആവുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതേ ഒരു ഇല വെച്ചിട്ട് ചെയ്യാമെന്ന്. കാര്യം ഇതിൻ്റെ മേൽവശത്തൊക്കെ ഫുൾ അഴുക്കായിട്ടിരിക്കുവാണ്. ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ക്ലീൻ ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ വീക്കിലി ക്ലീൻ ആക്കുമ്പം ഇവിടെയൊക്കെ ഒന്ന് കഴുകി പോകാം എന്ന് വിചാരിക്കുക കേട്ടോ. അങ്ങനെ എത്ര നേരത്തെ കഷ്ടപ്പാടാണെന്നറിയോ. ഞാൻ ഏകദേശം രാവിലെ തുടങ്ങിയിട്ട് 5-6 ദിവസം ഓഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തത്. പിന്നെ ഞാൻ ഈ ലൈറ്റ് വലിച്ചൂരിയതാണ്. ഇവിടെ വെച്ചിട്ട് എനിക്ക് എന്തോ ഒരു സുഖം കിട്ടുന്നില്ല. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറ്റണം. കാര്യം ഇത് വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്നില്ല. അത് ഇളക്കി പോകുമായിരുന്നു.
പിന്നെ ഈ ഒരു കുഞ്ഞു ലൈറ്റാണ് ഇത്. നമുക്ക് ഈ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് ഞാൻ 2 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒന്ന് എൻ്റെ ബുക്സ് ഷെൽഫിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ ആകുമ്പോൾ ഇച്ചിരി ലൈറ്റ് ഹൈലൈറ്റ്സ് ആയിട്ടൊക്കെ ഇരിക്കുമല്ലോ, നമുക്ക് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇച്ചിരി ലൈറ്റൊക്കെ വേണ്ടേ. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റാൻഡ് എടുത്ത് അങ്ങോട്ട് വെച്ചപ്പോൾ അവിടെ മാത്രം ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ലൈറ്റ് ഇല്ലാതെ തന്നെ കിച്ചണിൽ കയറുമ്പോൾ നല്ല രസമായിട്ട് തോന്നി. പിന്നെ ഞാൻ ആ മേളത്തെ വലിയ ലൈറ്റ് ഞാൻ ഇച്ചിരി ബാക്കിലോട്ട് നമ്മൾ ആ ചെറിയ മേളിൽ തൂക്കിയിട്ടേക്കുന്ന സ്റ്റാൻഡില്ലേ അതിൻ്റെ കീഴിലോട്ട് തന്നെ വെച്ചിട്ട് ഇതിൻ്റെ കീഴിലോട്ട്, അതാകുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവില്ലേ. പിന്നെ എനിക്ക് ചാർജ് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെച്ചപ്പോൾ അത് രസമായിട്ട് തോന്നി. പക്ഷേ അതിന് ഒട്ടിച്ചില്ല കേട്ടോ. അത് ഞാനിങ്ങനെ സ്റ്റിക്കർ വെച്ചിട്ട് മേളിൽ ഒട്ടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാര്യം അത് അവിടെ മേളിൽ ആ ഇരുമ്പായതുകൊണ്ട് ചിലപ്പോൾ അത് ഇരിക്കുകയില്ല, അത് ചിലപ്പോൾ ഇളകി പോരും. അതുകൊണ്ട് ഇച്ചിരി കഷ്ടപ്പാടാണ്. ഞാൻ വെച്ച് ഡബിൾ സൈഡ് സ്റ്റിക്കർ എടുത്തിട്ട് അതൊന്ന് മേലോട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ബാക്കിലോട്ട് വെക്കുമ്പോഴത്തേന് കറക്റ്റ് ആ ലൈറ്റിൻ്റെ ആ ഒരു വെട്ടം അവിടെ ഇരിക്കുന്ന ചെറിയ സ്റ്റാൻഡിൽ കിട്ടുകയും ചെയ്യും, ഭംഗി ഉണ്ടാവും. നല്ല വെട്ടമുണ്ട് കേട്ടോ, നല്ല വെട്ടമുണ്ട്. നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എന്നാലും ഈ ഒരു വെട്ടം മതി കിച്ചണിൽ കുക്ക് ചെയ്യാൻ പോലും. അത്രയ്ക്ക് വെട്ടമുണ്ട്, നല്ല വെട്ടമുണ്ട്. ഞാൻ മേടിച്ചതിൽ എനിക്ക് സാധാരണ 3 സാധനങ്ങളൊക്കെ മേടിക്കുമ്പോഴേ ഇച്ചിരി പറ്റിപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇതെന്തുകൊണ്ടോ സക്സസ് ആയിട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. നാട്ടിൽ പോകുമ്പോൾ വീട്ടിലോട്ട് മേടിച്ചുകൊണ്ട് പോകണം ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. നല്ല നല്ല അടിപൊളി സാധനം കേട്ടോ. അപ്പം ഞാൻ കണ്ട ഇതിപ്പോൾ വെച്ചപ്പോൾ കറക്റ്റ് ആ ഒരു സെറ്റായിട്ടുണ്ട്. അപ്പം ഇത്രയാണ് എൻ്റെ കിച്ചൻ്റെ പരിപാടികളെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി അങ്ങനെ ചെറിയ ചെറിയ അൽക്കുലത്ത് പണികളൊക്കെ ഉണ്ട്. അത് പിന്നെ പയ്യെ കൊണ്ടൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ. ഞാൻ ഓർഗനൈസ് ചെയ്തൊരു വിധത്തിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ തൂക്കിയൊക്കെ ഇടാനുണ്ട്. ഞാനെല്ലാം മേടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം വന്ന് പെട്ടെന്ന് മാറിയപ്പം പഴയ റൂമിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ പറക്കി മാറ്റി കളഞ്ഞു കൊണ്ടുവരാനൊന്നും പറ്റാത്തതുകൊണ്ട് എടുത്ത് കളഞ്ഞ്. അങ്ങനെ ഫൈനൽ എൻ്റെ കിച്ചൻ്റെ ലുക്കാണിത്. എങ്ങനെയുണ്ട്? ആദ്യം കണ്ടതിനെക്കാട്ടിലും കുറച്ച് മെച്ചമുണ്ടാവില്ലേ? ആദ്യം കണ്ടപ്പം എനിക്ക് തന്നെ എനിക്ക് കിച്ചണിൽ കുക്ക് ചെയ്യാൻ പോലും തോന്നാത്തൊരവസ്ഥയാണ്. കാര്യം സ്ഥലമില്ല, പാത്രം വയ്ക്കാൻ സ്ഥലമില്ല, ഒന്നിനും സ്ഥലമില്ലായിരുന്നു എനിക്ക്. പക്ഷെ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ എൻ്റെ കിച്ചൺ എന്ത് സ്പേസാണെന്നറിയോ. നല്ല ഇതിനകത്ത് അഴുക്കാക്കി ഇടാൻ നമുക്ക് തോന്നുകയത്തില്ല, അതേപോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഇപ്പം ഞാൻ ലൈറ്റ് ഇട്ടുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തോന്നുന്നത്. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ പറയുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തപ്പോൾ ഞാൻ തന്നെ കൊള്ളാമെന്ന് പറയണ്ടേ. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ, സീ യു.